രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമ്പോൾ രാഹുൽ ഗാന്ധി എതിരിടാൻ എത്തിയ CPI നേതാവിന് എങ്ങനെയാണ് വോട്ട് നഷ്ടമായത് എന്നത് വിജയരാഘവൻ ഒരു ഗൃഹപാഠം ചെയ്യണം. ഞാൻ ഇനി പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നപ്പോൾ ആരെല്ലാമായിരുന്നു അവരുടെ ഓരോ ഘോഷയാത്രയുടെയും മുന്നിലും പിന്നിലും? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങളും വർഗീയ ഘടകങ്ങളും അതിലുണ്ടായില്ലേ എന്നാണ് ചോദ്യം. ആരെയാണ് ശ്രീ വിജയരാഘവൻ അങ്ങ് ഈ തീവ്രവാദ ഘടകങ്ങളെന്ന് പറയുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെ പ്രൊസഷൻ നമ്മൾ കണ്ടതല്ലേ? പ്രിയങ്ക ഗാന്ധിയുടെ മുൻനിരയിലും പിൻനിരയിലും മധ്യനിരയിലും ഉണ്ടായിരുന്നത് അവിടുത്തെ ലീഗ് പ്രവർത്തകരായിരുന്നു എന്നത് നേരിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ, നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രേക്ഷകർ കണ്ടതാണ്. അവിടെ പതാകയുമായി എത്തിയ ആളുകളുണ്ടായിരുന്നു. പക്ഷേ പതാക ഉയർത്താൻ പറ്റാത്ത വിധം രാഷ്ട്രീയ കലുഷിതമായ വർഗീയ വിഷലിപ്തമായ പരാമർശങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധ്യം ലീഗിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലീഗ് അതൊരു ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയില്ല.